കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു. എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം ലയത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ലയത്തിലെ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. വാളാടി എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപത്ത് താമസക്കാരനായ എസ്റ്റേറ്റ് തൊഴിലാളികളായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ശശിക്ക് സുഖമില്ലാതിരുന്നതിനാൽ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. തഹസിൽദാർക്ക് പരാതി കൊടുത്തിരുന്നു, കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്നെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിയിലായിരുന്നു ഞാൻ. ആ സമയമാണ് ഈ ലയം ഇടിഞ്ഞു വീണെൻ്റെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. പിന്നെ അത് കഴിഞ്ഞ് കമ്പനിയിലെ മാനേജർ, ഫീൽഡ് ഓഫീസർ വരികയും നോക്കുകയും വേറെ റൂം തരാമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് അനങ്ങാതെ മഴയോ തൊള്ളി തോരാത്ത മഴയും അങ്ങനെ ഇരുന്നിട്ടാണ് ആദ്യം ചെയ്യുക. അവർ മുന്നോട്ട് താമസം വന്നപ്പോൾ ഞാൻ കലക്ടർക്ക് പരാതി കൊടുത്തു. വില്ലേജ് ഓഫീസർ വന്നു, തഹസിൽദാർ വന്നു, മാനേജർ വന്നു. ഇവരെല്ലാം വന്ന് എല്ലാം എഴുതി കുത്തി പോയിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആനുകൂല്യങ്ങൾ ഇതുവരെ തന്നിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്കാണ് സർവീസ് കൊടുക്കാറുണ്ട്. ആ സർവീസ് ഇതുവരെ കിട്ടി. ലയത്തിൽ ആൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായെങ്കിലും തങ്ങളുടെ ലയത്തിൽ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ നശിച്ചതായും ഇവർ പറയുന്നു. ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ 6ഓളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ടുള്ളത്. ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ അപകടം സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ വിഭാഗം സംഭവത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലയത്തിൽ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് HML എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൽ ഖാദർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.